ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, നമുക്ക് ഏറെ പ്രിയപ്പെട്ട നടി കനകലത. ഏകദേശം 40-45 വർഷം കൊണ്ട് അവർ സിനിമയിലും സീരിയലിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വഭാവ നടി ആയിക്കോട്ടെ, കോമഡി ക്യാരക്ടർ ആയിക്കോട്ടെ, വില്ലത്തി ആയിക്കോട്ടെ, ക്രൂരയായ അമ്മായിയമ്മ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വയസ്സായിട്ടുള്ള വൃദ്ധി ആയിക്കോട്ടെ, ഏത് വേഷം കൊടുത്താലും അവർ ചെയ്യും. കാരണം നാടകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമുണ്ട്, അനുഗ്രഹീതയായ ഒരു നടിയുമാണ്. 63 വയസ്സായ ആ നടിക്കുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ചാണ് വാർത്തകൾ വന്നത്. അവർക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല, ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, സംസാരിക്കുന്നത് എങ്ങനെയെന്ന് പോലും അറിയില്ല, ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അബോധാവസ്ഥ വരുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. വെറും 63 വയസ്സിൽ എങ്ങനെയാണ് നടി കനകലതയ്ക്ക് ഇങ്ങനെ ഒരു രോഗം വന്നത്? കഴിഞ്ഞ ദിവസം പലരും ചോദിച്ച ഒരു സംശയമാണത്. ഡിമെൻഷ്യ എന്ന് പറയുന്ന മറവി രോഗമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. 2021 കോവിഡ് കാലത്ത് ആണ് അവർക്ക് ഈ ലക്ഷണം ആദ്യമായിട്ട് കണ്ടത്. അവർക്ക് പല കാര്യങ്ങളും ശരിയായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അവർക്ക് ക്രമേണ ഈ അവസ്ഥ മാറിയിട്ട് ക്രമേണ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോഴാണ് പലപ്പോഴും ഡോക്ടർമാരെ കണ്ടിട്ട് ഇതെന്താണെന്ന് ചോദിച്ചത്. ആ സമയത്താണ് ഇത് ഡിമെൻഷ്യ എന്ന രോഗാവസ്ഥയാണെന്നും ഈ രോഗം ക്രമേണ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ മോശമാവും എന്നും അവരുടെ സഹോദരി വിജയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അവരിപ്പോൾ സഹോദരൻ്റെ മകനോടൊപ്പമാണ് ഈ 2 സഹോദരിമാരും കഴിയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ, ഈവൻ ഭക്ഷണം വായിൽ വെച്ചു കൊടുത്താൽ ചവയ്ക്കണം എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. ഫ്ലൂയിഡായിട്ടാണ് ഭക്ഷണം നൽകുന്നത്. വിശന്നാൽ പറയണമെന്നറിയില്ല, യൂറിൻ പാസ് ചെയ്യണം എന്നും പോലും അറിയാൻ സ്വയം അവർക്ക് പറയാൻ സാധിക്കാത്ത ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ രോഗാവസ്ഥ പോകുന്നത്. ഡിമെൻഷ്യ അഥവാ മറവി രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും വിശദീകരിക്കാം. ഡിമെൻഷ്യ അഥവാ മറവി രോഗം എന്ന് പറയുന്നത് സാധാരണ ചെറുപ്പത്തിൽ അങ്ങനെ കാണാറില്ല. ഒരു 65 വയസ്സ് കഴിഞ്ഞ ഒരു 5 മുതൽ 8% പേർക്ക് ഈ ഒരു അവസ്ഥ മറവി രോഗം കണ്ടുവന്ന് വരാം. നമ്മുടെ തലച്ചോറിന് കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനും അവയെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും സ്വയം ചിന്തിക്കുന്നതിനും ആൾക്കാരെ തിരിച്ചറിയുന്നതിനും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള ശേഷി ക്രമേണ കുറഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണം. ക്രമേണ നമ്മുടെ തലച്ചോറിന് നമുക്ക് ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും. അതായത് 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാൾ, സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന പക്വതയുള്ള ഒരാൾ, പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയായി ജനിച്ച് 1-2 മാസമാകുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെ പെരുമാറും, ആ ഒരു അവസ്ഥയിലേക്ക് ക്രമേണ അങ്ങ് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഈ രോഗത്തിലേക്ക് എത്തിക്കുന്നത്. സാധാരണ ഈ മറവി രോഗം ഒരു 65 വയസ്സ് കഴിഞ്ഞ 5% പേരിൽ കാണുമെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ 50%, അതായത് 80 വയസ്സ് കഴിഞ്ഞ പകുതി ആൾക്കാരിലും ഈ രോഗം ഏറിയും കുറഞ്ഞുമെല്ലാം കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ രോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് അൽഷിമേഴ്സ് രോഗം. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടായിരിക്കാം. വാർദ്ധക്യത്തിൽ പലരെയും ബാധിക്കുന്ന രോഗാവസ്ഥയാണ് അൽഷിമേഴ്സ് രോഗം. തലച്ചോറ് ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണത്. അൽഷിമേഴ്സ് രോഗം ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ അവസ്ഥ വരാം. പലപ്പോഴും ഇത്തരത്തിലൊരു പ്രായം കഴിഞ്ഞിട്ട് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള മറവി രോഗം ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ക്രമേണ കൂടി വരുന്നത്. ഇത് ഒന്നുകിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് അൽഷിമേഴ്സ് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ നമുക്ക് അതിശക്തമായിട്ടുണ്ടാകുന്ന മെൻ്റൽ ട്രോമ, അതായത് കടുത്ത മാനസിക പിരിമുറുക്കം, മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങൾക്ക് തലച്ചോറിന് കടുത്ത ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, തലച്ചോറിന് ക്ഷതമേൽക്കുന്നു, നീർക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വരാം. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്ന ആൾക്കാരിൽ ഇത് കാണാനുള്ള സാധ്യത. പലപ്പോഴും തലച്ചോറിൽ ബ്ലോക്ക് ഉണ്ടായി ചില ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകാം. കൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ചില ഇനം ഇൻഫെക്ഷൻസ്, മസ്തിഷ്ക ജ്വരം അഥവാ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ കണ്ടുവന്ന് വരാം. അമിതമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവന്ന് വരാം. മദ്യപാനം അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിലും ഈ അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഉള്ള പല കേസുകളിലും നമുക്ക് ഈ മറവി രോഗം വന്നു കഴിഞ്ഞാൽ ക്രമേണ കൂടി വരും. ഡോക്ടർമാർക്ക് നോക്കിയിരിക്കാൻ സാധിക്കും, അല്ലാതെ ശരിയായിട്ട് ചികിത്സയിലൂടെ ഇത് നോർമലാക്കി എടുക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും ഈ രോഗം വന്നു കഴിഞ്ഞാൽ ക്രമേണ തുടക്കത്തിലുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ട്, നമുക്കറിയാം, നമുക്ക് ചെയ്ത കാര്യങ്ങൾ അറിയാം, പക്ഷേ ഓർത്തെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി, ഒരുപക്ഷെ നമ്മൾ കണ്ണാടി ഉയർത്തി മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് തലയിലുണ്ടെന്നോ ഇല്ലെങ്കിൽ കണ്ണിൽ വെച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വച്ച സ്ഥലമോ നമുക്ക് ഓർക്കാൻ സാധിക്കത്തില്ല. നമ്മളിങ്ങനെ കണ്ണാടി അന്വേഷിച്ച് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വെച്ച താക്കോൽ കൂട്ടം എവിടെയാണെന്ന് അറിയത്തില്ലായിരിക്കും. നമുക്ക് ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ചില
വാക്കുകൾ, ആൾക്കാരുടെ പേരുകൾ മറന്നുപോകും. നമ്മൾ എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും കിട്ടത്തില്ല. എന്നാൽ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഒരു 30 വർഷം പുറകിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഓർക്കും, അത് പറയാനും സാധിക്കും. എന്നാൽ റീസെൻ്റ്ലി ഇന്നലെ നടന്ന കാര്യം അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപ് നടന്ന കാര്യം പലപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കണമെന്നില്ല. ക്രമേണ ഈ രോഗാവസ്ഥ കൂടിക്കൂടി നമുക്ക് ഒരു കാര്യവും ചെയ്യാം, നമുക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് മറന്നുപോകും, വിശപ്പ് പറയണം എന്നുള്ളത് മറന്നുപോകും, വെള്ളം കുടിക്കാൻ മറന്നുപോകും, മരുന്നുകൾ കഴിക്കാൻ മറന്നുപോകും. ക്രമേണ നമുക്ക് രാവിലെ ഉണർന്നിട്ട് എഴുന്നേക്കണം എന്നുള്ളത് മറന്നുപോകും, വെറുതെ കിടന്നു എന്ന് വരാം. ടോയ്ലറ്റിൽ പോകണം, മൂത്രമൊഴിക്കാൻ പോകണം, അല്ലെങ്കിൽ മലവിസർജനം നടത്തണം എന്നുള്ളത് മറന്നുപോകും. ക്രമേണ ഇവരെ അറിയാണ്ട് മലം പോവുകയോ അറിയാണ്ട് മൂത്രം പോവുകയോ ചെയ്തു എന്ന് വരാം. ഈ ഒരു രോഗാവസ്ഥ തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കും. തനിക്ക് വരുന്ന രോഗാവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവർ ഈ തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിച്ചു എന്ന് വരാം. വീട്ടിലുള്ള എല്ലാവരോടും ഇവർ വഴക്കാളിയായി വല്ലാണ്ട് ശണ്ട കൂടിയെന്ന് വരാം. സമൂഹത്തിലെ ആൾക്കാരോട് വഴക്കിട്ടു എന്ന് വരാം. ഇങ്ങനെ ക്രമേണ ഈ രോഗാവസ്ഥ കൂടുമ്പോൾ എനിക്കെന്തോ രോഗമുണ്ട് എന്നൊരു തോന്നല് ഇവർ ക്രമേണ സമൂഹത്തിൽ നിന്ന് മാറി ഒരു ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. ഇങ്ങനെ ക്രമേണ ഒറ്റപ്പെട്ട് ഈ രോഗം മൂർച്ഛിച്ചാണ് ഇവരെ രോഗാവസ്ഥ കൂടിക്കൂടി ക്രമേണ ഇത് തലച്ചോറിന് ഒരു കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കത്തില്ല. ഭക്ഷണം ചവയ്ക്കുന്ന കാര്യം ഇവർ വിട്ടുപോകും. ക്രമേണ ഇത് ശ്വാസം എടുക്കണം എന്നുള്ള ഈ ഒരു ശ്വാസനാളത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞ് ശ്വാസകോശം ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിട്ടോ ആയിരിക്കാം ക്രമേണ ഇവർ മരണത്തിലേക്ക് പോകുന്നത്. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാ തരം മറവി രോഗങ്ങളും പൂർണ്ണമായും നമുക്ക് ഭേദപ്പെടുത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ മരിച്ചു പോകും എന്നർത്ഥമില്ല. ചില കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മറവി രോഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ക്രമേണ ഇവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണത്തിന് അമിതമായി ഡ്രഗ്സ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മദ്യപാനം കൊണ്ടുണ്ടാകുന്ന മറവി രോഗത്തിൻ്റെ ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ ക്രമേണ ഈ രോഗാവസ്ഥയെ നമുക്ക് ചികിത്സിച്ച് മാറ്റി കുറേയൊക്കെ നമുക്ക് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. തലച്ചോറിലുണ്ടാകുന്ന ഒരു ട്യൂമർ, ഒരു മുഴ കൊണ്ടാണ് ക്രമേണ ഈ ഡിമെൻഷ്യ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മുഴ നീക്കം ചെയ്യുന്നതിലൂടെ രോഗിയുടെ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾക്കിപ്പോൾ സ്ട്രോക്ക് വരുന്നു, തലച്ചോറിൽ ക്ലോട്ട് വരുന്നു, ഇപ്പോൾ ആ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് അവർക്ക് നൽകുന്ന ബിഹേവിയറൽ തെറാപ്പിയിലൂടെ അവർക്ക് ഓർമ്മശക്തി തിരിച്ചു നൽകാനുള്ള വ്യായാമത്തിലൂടെ എല്ലാം തന്നെ തിരിച്ചവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ട്, ചിലർക്ക് ഇത്തരത്തിലുള്ള മറവി പ്രശ്നങ്ങളുണ്ടാകാം. അതും നമുക്ക് വൈറ്റമിൻ സപ്ലിമെൻ്റ് വഴി തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. തൈറോയ്ഡ് പ്രോബ്ലം, ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ശരിയായിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണം പലപ്പോഴും ഓർമ്മക്കുറവ് അഥവാ മറവിയാണ്. അതും നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യുക വഴിക്ക് തൈറോയിഡിൻ്റെ രോഗാവസ്ഥ ചികിത്സിക്കുന്നതിലൂടെ രോഗിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു തരത്തിലല്ലാതെ നമുക്കൊരു പ്രായം കഴിഞ്ഞിട്ട് വരുന്ന, പ്രത്യേകിച്ച് ഒരു 70 വയസ്സിന് ശേഷം വരുന്ന, 85-ന് ശേഷം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മറവി രോഗങ്ങളാണെങ്കിൽ പലപ്പോഴും വാർദ്ധക്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡീജനറേറ്റീവ് ഡിസീസ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. കനകലതയ്ക്ക്, നടിക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു അവസ്ഥയും നമുക്ക് ഈ അൽഷീമേഴ്സ് രോഗത്തിൻ്റെ തലച്ചോറിലെ കോശങ്ങൾ ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുടെ ഭാഗമായിട്ടാണ് ക്രമേണ മോശമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏറെ ഇഷ്ടമുള്ള ആ ഒരു നടിക്ക് ഉണ്ടായിട്ടുള്ള ഈ രോഗാവസ്ഥകൾ കഴിയുന്നത്ര ലഘുവാക്കി മാറാനായിട്ടും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ സാധിക്കുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.